ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ബയോ വിത്ത് വി പി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10th ഫസ്റ്റ് ബയോളജി ചാപ്റ്ററായ ലൈഫ് പ്രോസസ്സ് എങ്ങനെ എളുപ്പത്തിൽ കുറച്ച് മൈൻഡ് മാപ്സിലൂടെ പഠിക്കാം എന്നുള്ളതാണ്. ചാപ്റ്ററിനെ പ്രധാനമായിട്ടും 4 ടോപ്പിക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. We all know that nutrition is the process of obtaining food from the environment. 2 രീതിയിലുള്ള ന്യൂട്രീഷനാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്: ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫോട്ടോസിന്തസിസിൻ്റെ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ക്ലോറോഫിൽ, ലൈറ്റ് എന്ന് പറയുന്നതാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ്റെ റോ മെറ്റീരിയൽസ്. പിന്നെ ഹെട്രോട്രോഫിക് ന്യൂട്രീഷന് വീണ്ടും നമ്മൾ സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് ആൻഡ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാരസൈറ്റിക് ന്യൂട്രീഷൻ്റെ ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ് ഒരു പാരസൈറ്റ് ആൻഡ് ഒരു ഹോസ്റ്റ് വേണം എന്നുള്ളത്. സാപ്രോഫൈറ്റിന് എക്സാമ്പിൾ ഫംഗസ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് വരുന്നത് ഹോളോസോയിക് ന്യൂട്രീഷനകത്താണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡൈജഷനിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് അസിമിലേഷൻ ആണ്. പ്രധാനപ്പെട്ട ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് സലൈവറി ഗ്ലാൻഡ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ലിവർ ആൻഡ് പാൻക്രിയാസ്. നെക്സ്റ്റ് ബേസിക് പ്രോസസ്സ് വന്നിട്ട് റെസ്പിറേഷനാണ്. പ്രധാനമായിട്ടും എയ്റോബിക് ആൻഡ് അൺഎയ്റോബിക് റെസ്പിറേഷനെ കുറിച്ചാണ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എയ്റോബിക് റെസ്പിറേഷൻ occurs with the help of oxygen, whereas anaerobic respiration occurs in the absence of oxygen. ഗ്ലൂക്കോസിന് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ സംഭവിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ATP ആവുന്നത് എന്നുള്ള ഫ്ലോ ചാർട്ടാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അണൈറോബിക് റെസ്പിറേഷനിൽ ഈസ്റ്റ് ഫെർമെൻറ്റേഷനും മസിൽ ടിഷ്യൂവിൽ നടക്കുന്ന ഫെർമെൻറ്റേഷനും നമുക്ക് പഠിക്കാനുണ്ട്. ഈസ്റ്റിനകത്ത് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻറ്റു പൈറുവേറ്റ് ആൻഡ് ദെൻ ഇൻറ്റു എത്തനോൾ. പക്ഷേ മസിൽ ടിഷ്യൂവിൽ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയതിനു ശേഷം ലാക്റ്റിക് ആസിഡും ATP ആയിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കാനും പാർട്സ് ലേബൽ ചെയ്യാനും. നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് ട്രാൻസ്പോർട്ടേഷനാണ്, ബോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഹ്യൂമൻ ബീയിങ്സിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും ഹാർട്ടിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് കോംപ്ലക്സ് ടിഷ്യൂസായ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ്. സൈലത്തിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും ഫ്ലോയത്തിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഫ്ലോ ചാർട്ട് നോക്കിയാൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ഹ്യൂമൻസിലെ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ബ്ലഡ് വെസൽസ്, ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ്, അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് പഠിച്ചിരിക്കണം. ഹ്യൂമൻ ഹാർട്ടിന് പ്രധാനമായിട്ട് 4 ചേമ്പേഴ്സാണ് ഉള്ളത്: 2 ഏട്രിയം, 2 വെൻട്രിക്കിൾ. അതായത് ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അതുപോലെ തന്നെ ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും വാൽവ്സും പ്രസൻ്റ് ആണ്. ബ്ലഡ് വെസൽസിനെ പ്രധാനമായിട്ട് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്: ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ആർട്ടറീസ് എപ്പോഴും ഓക്സിജൻ അടങ്ങിയ ബ്ലഡിനെയും വെയിൻസ് എപ്പോഴും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിച്ച ഒരാളിന് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ 2 കേസസിലും എക്സെപ്ഷൻസ് ഉണ്ട്. കാപ്പിലറീസ് എന്ന് പറയുന്നത് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒരു എക്സ്ചേഞ്ച് പ്ലേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡബിൾ സർക്കുലേഷനിൽ പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്: പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. 2 ടൈപ്പല്ല, 2 രീതിയിലാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ഹാർട്ടും ലങ്സുമായിട്ടുള്ളൊരു സർക്കുലേഷനും ആൻഡ് സർക്കുലേഷൻ വിത്തിൻ ദ ഹാർട്ടാണ് എന്ത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ബ്ലഡിനെ നമുക്ക് ബ്ലഡ് സെൽസ് എന്നും പ്ലാസ്മ എന്നും 2ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോളിഡ് പാർട്ടാണ് ബ്ലഡ് സെൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ബ്ലഡ് പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിംഫ്. അതും സർക്കുലേഷന് സഹായിക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് ലിംഫ് എന്ന് പറയുന്നത്. ലിംഫിലും കാപ്പിലറീസും വെസൽസും ലിംഫ് നോഡ്സും ഒക്കെ പ്രസൻ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ ലിംഫിനെ കുറിച്ചും ലിംഫ് വെസൽസിനെ കുറിച്ചും നമുക്ക് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ ആണ്. ഇവിടെയും ഹ്യൂമൻസിലെ എക്സ്ക്രീഷനും പ്ലാന്റ്സിലെ എക്സ്ക്രീഷനും പറയുന്നുണ്ട്. ഹ്യൂമൻസിലെ പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻ വന്നിട്ട് കിഡ്നിയാണ്. നമ്മുടെ ബോഡിയിലുള്ള പോയിസണസ് സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുക, വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുക, pH ഓഫ് ദ ബ്ലഡ് റെഗുലേറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് കിഡ്നിയാണ്. കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. കിഡ്നിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബാക്കി പാർട്സ് ആണ് യൂറിറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറിത്ര. യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് മെക്കാനിസം ഇവിടെ നിന്ന് സ്ഥിരം ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ്സിലെ എക്സ്ക്രീഷൻ ആനിമൽസിലെ പോലെ അത്രയും കോംപ്ലക്സ് അല്ല. പ്ലാന്റ്സിൽ എക്സ്ക്രീഷൻ നടക്കുന്നത് ഐദർ ബൈ ട്രാൻസ്പിറേഷൻ, അതുപോലെ തന്നെ സ്റ്റൊമാറ്റോ വഴി ഗേഷ്യസ് ആയിട്ട് വേസ്റ്റ് റിമൂവ് ആവാറുണ്ട്.
റെസിൻസ് ആൻഡ് ഗംസ്, അതായത് പ്ലാന്റിൽ ഈ അരക്ക് അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഡെഡ് ലീവ്സിലേക്കൊക്കെ വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈ ലീഫ് പൊഴിഞ്ഞു പോകുന്നത് വഴി വേസ്റ്റ് റിമൂവ് ആവുന്ന ഒരു മെക്കാനിസവും പ്ലാന്റ്സിൽ കാണാറുണ്ട്. ആനിമൽസിൻ്റെ അത്ര കോംപ്ലക്സ് അല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഈ ഡിസ്കസ് ചെയ്ത മൈൻഡ് മാപ്പിലുള്ള ഏതെങ്കിലും കോൺസെപ്റ്റുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ടോപ്പിക്കുകളുടെ നോട്ട്സോ ഇതുപോലുള്ള മൈൻഡ് മാപ്സോ ഇങ്ങനെ എന്തെങ്കിലും കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് പ്രിൻ്റബിൾ ആയിട്ടുള്ള വേർഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും സൊല്യൂഷൻസും നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.